ഓക്കെ, ഇത് SSC CPO ക്വസ്റ്റ്യൻ ആണ്. മെൻസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് പറയുന്നത് ഒരു ഫീൽഡ് ഉണ്ട്, അതിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾ ആണ്. 90x75 അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. 90 x 75, 90 x 75. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഒരു കുഴി എടുക്കും. അതിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഒരു കുഴി എടുക്കുവാണ്. അപ്പോൾ ഇവിടെ 18, ഇവിടെ 15 നേരെ തിരിച്ചു വരാം. 18, 15 ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുമ്പോൾ 6ആണ്. എന്നിട്ട് ഇതിൽ നിന്ന് എടുത്ത മണ്ണ് ഈ ഒരു പോർഷനിൽ ഫില്ല് ചെയ്യുകയാണ്. എവിടെ? ഈ ഒരു പോർഷനിൽ ഫില്ല് ചെയ്യുകയാണ്. ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന ഈ ഭാഗത്തിൻ്റെ ലെവൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റ് എത്ര ഉയർന്നു പൊങ്ങുമെന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. എ ഫീൽഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 90 and breadth 75. In one corner of the field, a pit which is 80 meter long, 15 meter broad, 6 meter deep, has dug out. The earth taken out, it is evenly spread over the remaining part of the field. Find the rise of level of the field. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ 90, 75 ഒരു ഇതുണ്ട്. അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഒരു കുഴി എടുക്കുവാണ്. അത് 18 ലെങ്ത്ത്, 15 വിഡ്ത്ത്, 6 ഡെപ്ത്ത്. ഓക്കെ, ഇതിൽ നിന്ന് എടുക്കുന്ന മണ്ണ് ബാക്കിയുള്ള പോർഷനിൽ സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പോർഷനിൻ്റെ എത്ര ഉയർന്നു പൊങ്ങുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മണ്ണ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ വോളിയം വരും അല്ലേ. അപ്പോൾ അവിടെ എടുക്കുന്ന മണ്ണിൻ്റെ വോളിയം എന്ന് പറയുന്നത് 18 × 15 × V ആയിരിക്കും. ശരിയാണല്ലോ? 6ആയിരിക്കും. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ആയിരിക്കും. ഇനി ഇത് എന്ത് ചെയ്യുവാണ്? ഈ ഒരു പോർഷനിൽ ഫില്ല് ചെയ്യുവാണ്. ഏത് പോർഷനിൽ? ഈ ഒരു പോർഷനിൽ ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ഇടുന്ന മണ്ണിൻ്റെ വോളിയം, ഇവിടുന്ന് എടുത്ത മണ്ണാണല്ലോ ഇവിടെ കൊണ്ട് ഇടുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും വോളിയം സെയിം ആയിരിക്കണ്ടേ? വോളിയം സെയിം ആവണം. വോളിയം സെയിം ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളല്ലോ കറക്റ്റായിട്ട്. അപ്പോൾ വോളിയം സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് കവർ ചെയ്യുന്നത്. ശരിയാണല്ലോ? ഈ ഒരു ഏരിയ ആണ് കവർ ആകുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഏരിയ ഇൻറ്റു ആ ഉയർന്നു പൊങ്ങുന്ന ഹൈറ്റ് എടുത്താൽ നമുക്ക് ആൻസർ കിട്ടത്തില്ലേ? സോറി, ഈ ഒരു പോർഷന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇട്ട മണ്ണിന്റെ അളവ് കിട്ടണം അല്ലേ? ഇട്ട മണ്ണിന്റെ അളവ് കിട്ടണം. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയയിൽ നിന്നും ചെറിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ കുറച്ചാൽ മതി. ഇതായിരിക്കും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ഏരിയ നമുക്ക് വേണമെങ്കിൽ 18 × 15 കോമൺ ആയിട്ട് എടുക്കാം. ബാക്കി പോയിട്ട് ഇവിടെ 18 × 5 90, 15 × 5 75, -1. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ 24 എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആ ഷെയ്ഡഡ് പോർഷൻ്റെ എന്തെന്ന് പറയുന്നത്? ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇവിടെ മണ്ണിടുവാണ്. മണ്ണിടുമ്പോഴത്തേക്ക് ഇതൊരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് ഉയർന്നു പോകും. ആ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഈ വോളിയവും ആ വോളിയം സെയിം ആയിരിക്കും. അപ്പോൾ 18 × 15 × 24 ഒരു ഹൈറ്റിലോട്ട് ഇത് ഉയർന്നു പോകും ഈക്വൽ ടു 18 × 15 × 6. ഇത് തമ്മിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഹൈറ്റ് എന്ന് പറയുന്നത് 6/24. എല്ലാ യൂണിറ്റും മീറ്ററിലായതുകൊണ്ട് നമുക്കിത് മീറ്ററിൽ എന്ന് പറഞ്ഞ് കിട്ടും. സോ 1/4 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. 1/4 മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. സോ 25 സെൻറ്റിമീറ്റർ ആയിരിക്കും ഫൈനൽ ആൻസർ.